നമുക്ക് എങ്ങനെയാണ് നോർമൽ യൂറിനേഷൻ നടക്കുന്നത്, അതിൻ്റെ കൺട്രോളും കാര്യങ്ങളും ഒന്ന് മനസ്സിലാക്കണം. അപ്പം മനസ്സിലാക്കുക, നമുക്കറിയാം കിഡ്നിയിലാണ് യൂറിൻ ഫോം ചെയ്യുന്നത് അല്ലേ, അത് യൂറീറ്റർ വഴി യൂറിനറി ബ്ലാഡറിൽ ടെമ്പററി ആയിട്ട് സ്റ്റോർ ചെയ്യും, അത് യൂറീത്ര വഴി പുറത്തോട്ട് പോവുകയാണ് ചെയ്യുന്നത് അല്ലേ. അപ്പം യൂറീറ്റർ വഴി ഇവിടെ എത്തി ബ്ലാഡറിൽ എത്തിയതിന് ശേഷം എങ്ങനെ ഇത് പുറത്തു പോകുന്നതെന്ന് ചോദിച്ചാൽ, യൂറീത്രയിൽ 2 സ്പിഞ്ചർ മസിൽസ് ഉണ്ട്. ഒന്ന് ഇൻറ്റേർണൽ സ്പിഞ്ചർ മസിലും പിന്നെ എക്സ്റ്റേണൽ സ്പിഞ്ചർ മസിലും. അപ്പം അത് കൺട്രാക്റ്റ് ആയിട്ട് നിൽക്കുന്ന സമയത്ത് പുറത്തോട്ട് യൂറിൻ പോകത്തില്ല, ലോക്കാണത് അല്ലേ. അപ്പോൾ ഇൻറ്റേർണൽ സ്പിഞ്ചർ മസിൽ സ്മൂത്ത് മസിലാണ്, അത് നമ്മുടെ കൺട്രോളിലല്ല, ഇൻവോളണ്ടറി ആണ്. ഓക്കെ. നേരെ മറിച്ച് എക്സ്റ്റേണൽ സ്പിഞ്ചർ മസിൽ പുറത്തുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്കെലിറ്റൽ മസിലാണ്, അത് നമ്മൾ വിചാരിച്ചാൽ അത് റിലാക്സ് ചെയ്ത് ഓപ്പൺ ആക്കാൻ പറ്റും. അതൊന്ന് മനസ്സിലാക്കി വെക്കുക. പിന്നെ യൂറിൻ ബ്ലാഡറിൽ നിറഞ്ഞിട്ട് ഒരു ടിപ്പിക്കൽ എമൗണ്ടിന് ശേഷം, ഉദാഹരണം പറയാൻ ഒരു 400 ml ഒക്കെ കഴിയുമ്പോഴത്തേക്ക് അകത്തുള്ള ട്രാൻസിഷൻ എപ്പിത്തീലിയൽ ടിഷ്യൂ ആണ് അകത്ത് ലൈനിങ് വരുന്നത്. അപ്പോൾ അകത്ത് അത് സ്ട്രെച്ച് ആവും. ഓക്കെ. അവിടെ നിന്ന് സ്ട്രെച്ച് റിസപ്റ്റേഴ്സിൽ നിന്ന് ഇമ്പൾസുകൾ നമ്മുടെ സ്പൈനൽ കോഡിലോട്ടും ബ്രെയിനിലോട്ടും ഒക്കെ പോകും. ഓക്കെ. അപ്പം അവിടെ നിന്ന് തിരിച്ച് താഴോട്ട് അതിൻ്റെ ഇമ്പൾസുകൾ എത്തുന്നു. മെയിനായിട്ട് പാരാസിമ്പത്തറ്റിക്, അങ്ങനെ കൂടെ മനസ്സിലാക്കണം, പാരാസിമ്പത്തറ്റിക് നെർവസ് സിസ്റ്റം. അപ്പോൾ അതാണ് കൺട്രോൾ ചെയ്യുന്നത്. അതെന്തൊക്കെയാണ് ചെയ്യുന്നതെന്ന് വെച്ചാൽ, ഈ ബ്ലാഡറിൽ ഓക്കെ നടുക്കായിട്ടൊരു മസിൽ ഇരിപ്പുണ്ട്, ഡെട്രൂസർ മസിൽ എന്ന് പറയും. ആ മസിൽസ് കൺസ്ട്രിക്റ്റ് ചെയ്യും. ഓക്കെ, മനസ്സിലായോ, മുറുകും. അപ്പോഴത്തേക്ക് പുറത്തോട്ട് എക്സ്പെൽ ചെയ്യാൻ സെറ്റപ്പ് ആക്കും അത്. പക്ഷേ അതുമാത്രം പോരാ, താഴെ 2 ഡോറ് പോലത്തെ ഇൻറ്റേർണൽ സ്പിഞ്ചർ മസിലും എക്സ്റ്റേണൽ സ്പിഞ്ചർ മസിൽ ഇരിപ്പുണ്ട്. ഇൻറ്റേർണൽ സ്പിഞ്ചർ മസിൽ ഞാൻ പറഞ്ഞു ഇൻവോളണ്ടറി ആണെന്ന് പറഞ്ഞു, പാരാസിമ്പത്തറ്റിക്, അത് ഓപ്പൺ ആക്കി കൊടുക്കും. എക്സ്റ്റേണൽ സ്പിഞ്ചർ മസിൽ നമ്മുടെ കൺട്രോളാണ്, അതും കൂടെ തുറക്കുമ്പോഴത്തേക്ക് യൂറിൻ പുറത്തോട്ട് പോകും. ഇങ്ങനെയാണ് നോർമൽ മെക്കാനിസം ഓഫ് മിക്ചുറേഷൻ നടക്കുന്നത്. ഇനി നമ്മുടെ കഥയിലോട്ട് വരാം. ഈ പറഞ്ഞ പോലെ എങ്ങനെയാണ് നമ്മളറിയാതെ യൂറിൻ ലീക്കാവുന്ന അവസ്ഥകൾ ഉണ്ടാകുന്നത്. അതിൽ 3 ഞാൻ പറഞ്ഞു. 1 സ്ട്രെസ് ഇൻകോണ്ടിനൻസും, 2 അർജ് ഇൻകോണ്ടിനൻസും, 3 എന്താ പറഞ്ഞ ഓവർഫ്ലോ ഇൻകോണ്ടിനൻസും. എക്സാം ക്വസ്റ്റ്യൻസ് വരുന്ന രീതിയും കൂടെ ചേർത്ത് ഞാൻ പറഞ്ഞുതരാം. ചില പോയിൻറ്റ്സ് അങ്ങനെ വന്ന് ചോദിക്കാറുണ്ട്, അതുകൊണ്ടാണ് പറയുന്നത്.